ബിസിനസ് രംഗത്ത് മികവ് തെളിയിച്ച പ്രതിഭകൾക്ക് നൽകിവരുന്ന കേരള വിഷൻ ന്യൂസ് ലീഡർഷിപ്പ് എക്സലൻസി അവാർഡുകളുടെ വിതരണം തിരുവനന്തപുരത്ത് നടന്നു. കൃഷിമന്ത്രി പി പ്രസാദ് പുരസ്കാരം വിതരണം ചെയ്തു. ബിസിനസ് രംഗത്ത് മികവ് തെളിയിച്ച പ്രതിഭകൾക്ക് നൽകിവരുന്ന കേരള വിഷൻ ന്യൂസ് ലീഡർഷിപ്പ് എക്സലൻസി അവാർഡുകളുടെ വിതരണമാണ് തിരുവനന്തപുരത്ത് നടന്നത്. കൃഷിമന്ത്രി പി പ്രസാദ് ജേതാക്കൾക്ക് പുരസ്കാരം വിതരണം ചെയ്തു. 4 ന്യായാധിപന്മാർ, മുഖ്യ ന്യായാധിപനും സുപ്രീം കോടതിയെക്കുറിച്ചും ജനങ്ങളുടെ മുമ്പാകെ ആശങ്കകൾ അവതരിപ്പിക്കാൻ തീരുമാനിക്കുകയായിരുന്നു. അതിന് കണ്ടെത്തിയ വഴി മാധ്യമങ്ങളോട് ഇക്കാര്യം പറയുക എന്നായിരുന്നു. ഭരണഘടനയുടെ 3-ാം തൂൺ, ഭരണഘടന പറയാത്ത ജനാധിപത്യത്തിൻ്റെ 4th എസ്റ്റേറ്റിനെയാണ് ജനങ്ങളോട് പറയാൻ വേണ്ടി തിരഞ്ഞെടുത്തത് എന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ 4th എസ്റ്റേറ്റിൻ്റെ മാധ്യമങ്ങളുടെ പ്രാധാന്യം വളരെ വലുതാണ് എന്ന് അർത്ഥം. അവിടെയാണ് സത്യസന്ധമായ മാധ്യമ പ്രവർത്തനം ധർമ്മം എന്നുള്ളതിന് പ്രാധാന്യം ഏറുന്നത്. വാർത്തകളിൽ നിന്ന് വസ്തുതകളിലേക്ക് വീണ്ടും ഒരു വലിയ ദൂരമുണ്ട് എന്ന് വരുന്നത് അപകടകരമായ സ്ഥിതിവിശേഷത്തെയും വിലക്കും എത്തിക്കാറുണ്ട്. SP മെഡിഫോർഡ് ജോയിന്റ് ചെയർമാനും MD-യുമായ ഡോക്ടർ SP സുബ്രഹ്മണ്യൻ പുരസ്കാര ജേതാക്കളെ പൊന്നാട അണിയിച്ചു. പങ്കജ കസ്തൂരി സ്ഥാപകനും MD-യുമായ പത്മശ്രീ ഡോക്ടർ J. ഹരീന്ദ്രൻ നായർ, പ്രൈഡ് മൾട്ടി സ്റ്റേറ്റ് ക്രെഡിറ്റ് ഓപ്പറേറ്റീവ് സൊസൈറ്റി CEO-യും MD-യുമായ ശൈലേഷ് C. നായർ, യൂണിറ്റെസ്റ്റ് ചെയർമാൻ ഡോക്ടർ ഷഹീർ ഷാ എന്നിവർ എക്സലൻസി പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങി. ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് ഓൺലൈൻ സംരംഭകരായ ഫ്രഷ് ടു ഹോം COO മാത്യു ജോസഫും, ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ എക്സലൻസി അവാർഡ് നിംസ് കന്യാകുമാരി വൈസ് ചാൻസലർ ഡോക്ടർ ടെസി തോമസും, അഫോർഡബിൾ ഹൗസിംഗ് മേഖലയിലെ അവാർഡ് ബെയ്റ്റ് ഹോംസ് ഫോർ ബിൽഡേഴ്സ് MD ഫസലുർ റഹ്മാനും സ്വീകരിച്ചു. COA സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ അധ്യക്ഷത വഹിച്ചു. കേരള വിഷൻ ന്യൂസ് ചെയർമാൻ PS സിബി, ക്യാൻസർ വിദഗ്ധൻ ഡോക്ടർ ചന്ദ്രമോഹൻ, കേരള വിഷൻ ന്യൂസ് MD പ്രിജേഷ് ആച്ചാണ്ടി, കേരള വിഷൻ ന്യൂസ് എക്സിക്യൂട്ടീവ് എഡിറ്റർ MS ബനേഷ് എന്നിവർ സംസാരിച്ചു. COA അംഗങ്ങളും ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക്, കണ്ണൂർ വിഷൻ.